ആവേശകരമായ പോരാട്ടമാണ് തിരുവനന്തപുരം, പ്രത്യേകിച്ചും കോർപ്പറേഷൻ ആര് പിടിക്കുമെന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റ് ജില്ലക്കാരും വളരെ കൗതുകത്തോടെ നോക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് കുട്ടിക്കലാശമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? എന്തു പ്രതീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പേരൂർക്കട ജംഗ്ഷനിലാണ്. പുറകിലെ ബഹളം കേട്ടാൽ തന്നെ അറിയാം പതിയെ പരിപാടികളൊക്കെ തുടങ്ങി വരികയാണ്. ആളുകളും സ്ഥാനാർത്ഥികളും ഒന്നും സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ ഈ കലാശക്കൊട്ട് ഒരു 3:30-4 മണിയോടുകൂടി തന്നെയായിരിക്കും ജംഗ്ഷനിൽ ആരംഭിക്കുക. ഒരു 6 മണിയോടുകൂടി അവസാനിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ 3 സ്ഥാനാർത്ഥികൾക്കും വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രചരണ വാഹനങ്ങളൊക്കെ വന്ന് ഈ ജംഗ്ഷനിൽ കൂടിയിട്ടുണ്ട്. വലിയ ശബ്ദത്തിൽ പാട്ടും അതുപോലെ തന്നെ വോട്ട് അഭ്യർത്ഥനയും ഒക്കെ നമുക്ക് കേൾക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ജനസാഗരം തന്നെ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രത്തോളം ആളുകൾ വരും. വലിയ രീതിയിലൊരു ആഘോഷമായിട്ടായിരിക്കും കൊട്ടിക്കലാശം ഇന്നിവിടെ അരങ്ങേറുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ മാത്രമല്ല, വാർഡുകൾ തോറും കൊട്ടിക്കലാശം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലാണ് ഇന്ന് കൊട്ടിക്കലാശം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല ഇടങ്ങളിലായിട്ടാവും ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ തന്നെ ഈ ഒരു കുറച്ചധികം ദിവസങ്ങൾ നീണ്ടു നിന്ന് ആവേശകരമായിട്ടുള്ള ഒരു പ്രചരണത്തിന്റെ ഒരു അവസാന ദിനമെന്നോണം എല്ലാ 3 മുന്നണികളിലെയും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കം എല്ലാവരും വീടുകൾ കയറി ഇറങ്ങി അവസാന വട്ടം ആയിട്ട് അവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു വോട്ടർമാരോട്. എല്ലാവരും അവരവരുടെ എന്തൊക്കെ ചെയ്തു തരും, അല്ലെങ്കിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഞങ്ങൾക്ക് നൽകാനുള്ളതെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും കണ്ട് വീണ്ടും വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു. അതിനൊക്കെ ഒരു സമാപനമാവാൻ പോവുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂർ കഴിയുന്നതോടുകൂടി ഒരു കലാശക്കൊട്ട് ഇവിടെ നടക്കും. അതിനുശേഷം പിന്നെ ഉണ്ടാവുക നിശബ്ദ പ്രചാരണമായിരിക്കും. എന്തായാലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് അഭ്യർത്ഥിക്കുന്ന അവസാന ദിനമാണിന്ന്. ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പതിയെ സ്ഥാനാർത്ഥികളും അവരുടെ അണികളും എല്ലാവരും കൂടി ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും കൊടിതോരണങ്ങളും അതുപോലെ തന്നെ പാർട്ടി ബാനറുകളും ഒക്കെ ആയിട്ട് അണികൾ ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും തിരക്കിലാണ്. നമുക്കിവിടെ തന്നെ ഈ സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് വേണ്ടിയുള്ള ആൾക്കാരുടെ ഒരു സംഘം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കൊട്ടിക്കലാശം എത്രത്തോളം ആവേശമാണെന്ന് കാണാൻ വേണ്ടി വോട്ടർമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ് ഇന്ന് എന്തൊക്കെ തരത്തിലുള്ള പരിപാടികളാവും ഇവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാവും ഇന്ന് ഈ കൊട്ടിക്കലാശം ഇവിടെ വ്യത്യസ്തമാവുക, ശ്രദ്ധേയമാവുക, ഭംഗിയാവുക എന്നറിയാനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അമൽ നമ്മളോടൊപ്പം ഉണ്ട്. അമൽ, ഇന്ന് ഇവിടെ മറ്റ് പലയിടങ്ങളും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പേരൂർക്കടയിൽ കുറച്ചധികം ആൾ കൂടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വലിയ രീതിയിലേക്കുള്ള ഒരു ജനപ്രവാഹം തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവേശമുള്ള സ്ഥലമാണ് പേരൂർക്കട. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഓരോ 4 കൂടുന്ന കവലകളും ആവേശഭരിതമായി മാറാൻ പോവുകയാണ്. കാരണം അതാത് വാർഡുകൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികളെല്ലാം ഈ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അത്യാവേശം പകരുന്ന ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. ഓരോ വാർഡിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. അതിനാൽ തന്നെ നമുക്ക് പിന്നിൽ ഈ കാണുന്നത് പേരൂർക്കട ജംഗ്ഷനാണ്. പേരൂർക്കട ജംഗ്ഷനിൽ UDFന്റെ പ്രചരണ വാഹനങ്ങളെല്ലാം തന്നെ വന്ന് അണിനിരന്ന് കഴിഞ്ഞു. പാട്ടായി ബഹളമായി. ഇനിയിപ്പോൾ അല്പം കഴിയുമ്പോൾ LDFന്റെ പ്രചരണ വാഹനങ്ങളും NDAയുടെ പ്രചരണ വാഹനങ്ങൾ കൂടി ഇവിടേക്ക് എത്തും. സ്ഥാനാർത്ഥികളും ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചെണ്ടമേളമടക്കം ക്രമീകരിച്ചുകൊണ്ട് കൊട്ടിക്കലാശം അത്യാവേശമാക്കി മാറ്റി ഇവിടെ എത്തിക്കുന്ന പ്രവർത്തകരെ ഓരോരുത്തരെയും തങ്ങളുടെ കരുത്തിന്റെ പ്രതീകമാക്കി ഇനിയിപ്പോൾ നാടൻ നിശബ്ദ പ്രദേശത്തിന് വീട് കയറുമ്പോൾ ഇക്കാര്യം കൂടി ഉയർത്തിക്കാട്ടി വോട്ട് ചോദിക്കാനാകും സ്ഥാനാർത്ഥികൾ എന്തായാലും ശ്രമിക്കുക. അതിനാൽ തന്നെ വലിയ ആവേശത്തിലേക്ക് മാറുകയാണ്. ഇതിപ്പോൾ നഗരത്തിന്റെ കാര്യം മാത്രമാണ് എങ്കിൽ തിരുവനന്തപുരം നഗരത്തിനും അപ്പുറത്തേക്ക് പ്രാദേശിക തലങ്ങളിൽ ഇതിലും വലിയ ആവേശമാണ് നടക്കുന്നത്. മലയോര മേഖലയിൽ നെയ്യാറ്റിൻകര, നെടുമങ്ങാട് അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതിന് സമാനമായി തന്നെയുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നു. 4 കോർപ്പറേഷനുകളാണുള്ളത്. നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, അതോടൊപ്പം തന്നെ വർക്കല, ആറ്റിങ്ങൽ നഗരസഭകൾ, അവിടെയും ഇതിന് സമാനമായി തന്നെയുള്ള കൊട്ടിക്കലാശ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഈ വാർഡിന്റെ ഓരോ പ്രദേശങ്ങളിലൂടെയും പ്രചരണ വാഹനങ്ങളുമായി, അനൗൺസ്മെന്റുകളുമായി സ്ഥാനാർത്ഥികൾ പോവുകയാണ്. ഈ റോഡ് ഷോകൾ ഇപ്പോഴും പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. ആ റോഡ് ഷോകളുടെ എല്ലാം സമാപനം അധികം വൈകാതെ ഇത്തരം 4 കൂടുന്ന കവലകളിൽ ഉണ്ടാകും. നിലവിലെന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരി, അമലും ഒപ്പം തന്നെ ഇന്ദുലേഖയുമാണ് തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.